ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത്? ഈ വഴി കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? പാലക്കാടുള്ളവർ, എൻ്റെ വീഡിയോസ് കാണുന്നവരുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ എനിക്കൊരു ഡൗട്ട്, തമിഴ്നാടുള്ള ആരെങ്കിലും എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തമിഴ് പീപ്പിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ്സ് തമിഴിലും പറയുന്നതായിരിക്കും. എനിക്ക് തമിഴ് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നല്ല ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കൂല, പക്ഷെ എനിക്ക് തമിഴ് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. സോ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടയിൽ കൂടെ തമിഴിലും കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കല്ലടിക്കോടും മലനിരകളെയെല്ലാം കണ്ടോണ്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കല്ലടിക്കോട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കല്ലടിക്കോട് ആകപ്പാടെ നമുക്ക് പോകാനുള്ളത് തിയേറ്ററിലോട്ടാണ്. അല്ലാട്ടോ, എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ തിയേറ്ററിലേക്കാണ് പോയത്. ഏതാ സിനിമ? അതെ, വാഴ 2. എല്ലാവരും കണ്ടോ ഗൈസ്? സെന്റിമെന്റൽ മൂവിയാണ്. സെന്റിമെന്റൽ മൂവിനെക്കാട്ടിലും കുറെ മെസ്സേജസ് അതിലുണ്ട് ഗൈസ്. നമുക്ക് കുറെ മെസ്സേജസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ട്. ആദിക്ക് ലാസ്റ്റ് ഭാഗത്തിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആദിക്ക് ഈ പാട്ട് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഏ ബനാനെ സോങ് വന്നപ്പോൾ ആദ്യം ഫുൾ ഫയർ ഓൺ ആയി. സിനിമന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് ആദിക്ക് ഇൻട്രസ്റ്റ് കൂടിയത്. ആദിക്ക് അധികം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, സോ അതുകൊണ്ടായിരിക്കണം. അങ്ങനെ പിന്നെ അടുത്ത് നമ്മൾ ഫുൾ ഹരിതാപയും പച്ചപ്പയും. ഈ സ്ഥലം അറിയുന്നവർ കമന്റ് ചെയ്യൂ. മുണ്ടൂരുള്ളവർക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റും. അതെ, ഇതാ നമ്മൾ പരുതപ്പാറയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ. പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു, അങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഫിലിം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ പരുതപ്പാറയിലൊന്ന് കയറി കേട്ടോ. പരുതപ്പാറ എനിക്കൊരു നൊസ്റ്റാൾജിക് പ്ലേസ് ആണ്. കാരണം എൻ്റെ 10th നമുക്ക് സാറ്റർഡേസ് നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കുമല്ലോ, പോർഷൻസ് കഴിയാൻ വേണ്ടിയിട്ട്. നല്ല ഓർമ്മയുണ്ട് എനിക്ക് സോഷ്യലിന്റെ സ്പെഷ്യൽ ക്ലാസ് ദിവസം മൈഥിലി ടീച്ചർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ സോറി ടീച്ചർ, ഇപ്പോൾ ഞാനൊരു സോറി പറയുന്നു. ഞങ്ങൾ പിള്ളേർ കുറച്ച് പെൺകുട്ടികൾ, കുറച്ച് ആൺകുട്ടികൾ, എസ്പെഷ്യലി പെൺകുട്ടികൾ ഞാൻ നോട്ട് ചെയ്ത് പറയുന്നു, നൊച്ചിപ്പുള്ളിക്കാർ. ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് പോയൊരു സ്ഥലമായിരുന്നു ഇത്. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് പോയത്. 10th ക്ലാസ് കട്ട് ചെയ്ത് സാറ്റർഡേ നമുക്കുള്ള സ്പെഷ്യൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോയി ഗൈസ്. ഞങ്ങൾ പോയിട്ട് ഈ വഴി കൂടെ ഒന്നും ആയിരുന്നില്ല, പക്ഷെ കയറി ഞങ്ങൾ നൊച്ചിപ്പുള്ളി കൂടെ കപ്പിളിപ്പാറയിൽ കൂടെയൊക്കെ പോയിട്ട് ഏരി കൂടെയൊക്കെയാണ് പോയത്. എനിക്ക് ആ വഴി പോലും ഇപ്പോഴും ഓർമ്മയില്ല. ഏതൊക്കെയൊക്കെയോ പാടത്ത് കൂടിയും എന്തിക്കൂടെയൊക്കെയോ പോയി ഗൈസ്. അങ്ങനെ പോയി ഞങ്ങൾ ഇതിൽ കൂടെ എല്ലാം കൂടെ വലിഞ്ഞു കയറി. ഇങ്ങനൊരു നടന്നു പോകാനുള്ള വഴിയുള്ളത് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ വന്നിട്ട് ഇതിന്റെ ഈ പാറയുടെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ കയറി. ഇങ്ങനെ കുത്തനുള്ളത് ഈ ഒരു ഏരിയയൊക്കെയാണ് തോന്നുന്നു. ഇങ്ങനെ കുത്തനെയുള്ള ഏരിയയിൽ കൂടെയാണ് മുകളിലേക്ക് കയറിയത്. ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നത് എല്ലാവരും കൂടെ കൈപ്പിടിച്ച് വലിച്ചു പിടിച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അച്ചിരിയും കൂടെ അപ്പുറത്തേക്ക് നടന്നാണെങ്കിൽ സുഖമായി കയറായിരുന്നു. എന്നാൽ ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് അറിയണ്ടേ? ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരെണ്ണത്തിന് പോലും അറിയാത്ത സ്ഥലത്തേക്കാണല്ലോ ദൈവമേ ഞാൻ പോയതെന്ന് ആലോചിക്കുമ്പോൾ ഏതേ ഒരു ഹായ് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞതാ. വരുന്ന നോക്കി ഏതോ പാർട്ടിയിലേക്ക് മത്സരിക്കാൻ പോകുന്ന പോലെ ചാറ്റിയും കാണിച്ചു വെച്ച് വരുവാ. ഓക്കെ കണ്ടു മതി പൊക്ക. നല്ല രസമുണ്ട്, നല്ല പച്ചപ്പും നല്ല ഹരിതാപയും ഒക്കെ ഉള്ള, എന്താ പറയാ, നമ്മുടെ ഹരിതാപയും പച്ചപ്പും ഇല്ലാതെ നമുക്കൊരു വീഡിയോ ഉണ്ടോ ഗൈസ്? നമുക്കില്ല. നമ്മൾ ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മൾ ആസ്വദിക്കുകയാണ് ഹരിതാപയും പച്ചപ്പും. അതുകൊണ്ട് നമ്മൾ ഹരിതാപയും പച്ചപ്പും ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോലെ. ഞങ്ങൾ വൈകുന്നേരമായിട്ട് പോയത് കൊണ്ട് തന്നെ ചൂട് കുറവായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. കുറെ ഫോട്ടോസ്, നമുക്ക് പിന്നെ എവിടെ പോയാലും അതൊക്കെ ഇല്ലാതെ എന്താ ആഘോഷം. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് 1-2 റീൽസൊക്കെ എടുത്ത്, 1-2 ഒരു റീൽസ് എടുത്തു, ഒരു റീലൊക്കെ എടുത്ത്. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അത് ഞാൻ ഇതുവരെ സൺസെറ്റും സൺറൈസും ഒന്നും മര്യാദയ്ക്ക് ഇങ്ങനെ ഫുള്ളായി ഇരുന്ന് കുറച്ച് നേരം കാമായി ഇരുന്നിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട്, ഈ ഒരു ദിവസമാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഒരു സൺസെറ്റ് കണ്ടത് ഗൈസ്. സത്യമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയും പോയി ഇരിക്കുക പിടിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നായിരുന്നു ശരിക്കും സൺസെറ്റ് സംഭവിച്ചത് കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ കൺമുന്നിൽ നിന്ന് സൂര്യൻ അങ്ങനെ ആ മലന്റെ താഴോട്ട് ഇറങ്ങുന്ന പോലെ അങ്ങനെ ഫീലായി, മെൽറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന പോലെ തോന്നിയത്. ശരിക്കും എത്ര പെട്ടെന്നാണെന്നറിയോ ആയത്? നിമിഷ നേരം കൊണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ വരയ്ക്ക് പിന്നെയും സ്ലോ ആയിരുന്നു, അതിന് ശേഷമുള്ളത് സ്പീഡായിരുന്നു. അങ്ങോട്ട് പോയി ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യൻ അങ്ങ് ഇറങ്ങി പോവല്ല, ഭൂമി ചുറ്റുമാണ്, റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്കതിങ്ങനെ കണ്ടപ്പോൾ എന്തൊരു ശ്വാസം അങ്ങനെ ഇതായ പോലെ. ഇടയ്ക്കിടയ്ക്ക് സൺസെറ്റും സൺറൈസൊക്കെ ഒന്ന് കാണണം. ആര് കാണാൻ? ഇതോടെ എൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പോൾ കാണുമോ എന്തോ.
പിന്നെ നമുക്ക് ഇരുട്ടാവുക വെച്ചാൽ ഒരു 6:30 6:45 ഗൈസ്. അപ്പൊ 6:30 6:45 ആയപ്പോഴത്തേനും ആ സ്ഥലം എന്ന് പറയുന്നത് ആനയും പുലിയും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ നമ്മൾ അധിക സമയം നിന്ന് അവർക്ക് ഫുഡാവാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും, പേടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ വലിയ പുള്ളികളാണ്, നമ്മളെ പിടിക്കാനോ നമ്മളെ ഓടിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ പാടില്ല എന്നുള്ളത് അവർക്കറിയില്ല. അവർ അതിനേക്കാളും പേടിയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ഉപദ്രവിക്കാൻ വന്നെന്നിരിക്കും. അപ്പോൾ അതിനുള്ള ഇട വരുത്താതെ പതുക്കെ നമ്മൾ നൈസായി അവിടുന്ന് ആ പാറയിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് സ്കൂട്ടായിട്ടോ. ഈ പാറയിൽ തന്നെ കുറെ കഥകളുണ്ട്. അവിടെ അവര് വന്ന് വെട്ടി എവിടെയോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ അതൊന്നും കണ്ടില്ല. ഓക്കെ, അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ.